കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമുക്ക് എത്രയും പെട്ടെന്ന് കോട്ടയത്തേക്ക് പോകാൻ കഴിഞ്ഞേട്ടാ. കോട്ടയത്തേക്ക് പോയാലും അവള് പിന്നാലെ വരും. അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് അങ്ങോട്ട് പോകണം. ഇനി ഇപ്പൊ ചിന്തിച്ച് സമയം കളയാനൊന്നുമില്ല. അച്ഛൻ അങ്ങോട്ട് പോകണ്ട അച്ഛാ. എന്റെ മോളെ അവൾ ആരെയും ജീവിക്കാൻ സമ്മതിക്കത്തില്ല. എന്റെ മോടെയും കള്ളത്തരമൊക്കെ കണ്ടുപിടിച്ചത് പോട്ടെ, വിഷു കഴിഞ്ഞ കല്യാണമാ. അവിടെ ജയനും ദീപമോളും എന്തു ചെയ്യും? അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതിന്റെ കൂടാണെങ്കിൽ ബന്ധം പിരിയാൻ അവള് നിർബന്ധിക്കുന്നുമുണ്ട്. ഇനിയിപ്പം മോള് ജയന്റെ പെങ്ങളാന്നറിഞ്ഞ സ്ഥിതിക്ക് ഉറപ്പായിട്ടും ജയനെ അവള് വെറുതെ വിടില്ല. ഇന്ന് തന്നെ ചിലപ്പോ വക്കീലിന്റെ അടുത്ത് എല്ലാം പറയും. ദീപമോളുടെ അച്ഛനാണെങ്കിൽ രാഗിണിക്ക് വേണ്ടിട്ട് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുക. അതുപോലെ തന്നെ ബന്ധം വേർപെടുത്താതാ ഞാൻ മോളുടെ അമ്മയെ കല്യാണം കഴിച്ചത്. അത് നിയമപരമായി തെറ്റാ. വിജയകുമാർ വക്കീല് വേണ്ടാത്ത ഉപദേശങ്ങളെല്ലാം രാഗിണിക്ക് കൊടുത്താല് അവൾ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യും. അങ്ങനാണെങ്കിൽ എനിക്ക് നേരെ ജയിലിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചിലത് തീരുമാനിച്ചു തന്നെ പോകുന്നത്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? അതെ, അച്ഛൻ എന്ത് ചെയ്യാൻ അങ്ങോട്ട് പോകുന്നേ? ഇങ്ങോട്ട് വന്നാൽ എന്ത് സംഭവിക്കോ അതിനേക്കാൾ അപകടമായിരിക്കും അച്ഛൻ അങ്ങോട്ട് പോകുന്നത്. എന്റെ മോളെ അങ്ങനൊന്നും പറയരുത്. അവൾ ഇങ്ങോട്ട് വന്നാല് എന്നെ അല്ല കൊല്ലുന്നത്, നിങ്ങളെ രണ്ടുപേരും ആയിരിക്കും. ആ ദുരന്തം ഒഴിവാക്കാൻ ഞാൻ അങ്ങോട്ട് പോയി അവളെ നേരിട്ടേ പറ്റൂ. അടിയും വഴക്കം ഉണ്ടാക്കാനാണോ പോന്നെ? എനിക്കിനി അവളെ പേടിയില്ല സുകന്യെ. എന്നാൽ അവളെ പേടിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ മക്കളും മരുമക്കളും ഒക്കെ. അവരുടെയൊക്കെ ഭയം മാറ്റിയെടുത്തേ പറ്റൂ. ഞാനൊരു പട്ടാളക്കാരനാ. പക്ഷേ കുടുംബത്തിനകത്ത് ഒരു പട്ടാള ചിട്ടയോടെ ഞാൻ ജീവിച്ചിട്ടില്ല. എന്നാൽ യുദ്ധസമാനമായ ഒരു സാഹചര്യം വരുമ്പോ ഒരു പട്ടാളക്കാരൻ അതിനെ നേരിടണം കരുത്തോടെ. അതവന്റെ കടമയാ. രാജ്യത്തെ സ്നേഹിക്കുന്നവൻ കുടുംബത്തെ സ്നേഹിച്ചേ പറ്റൂ. നമ്മളെ സ്നേഹിക്കുന്നവരെ സംരക്ഷിച്ചേ പറ്റൂ. അച്ഛന്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് പേടിയാവും അമ്മ. എന്നാ പിന്നെ തടഞ്ഞു നിർത്താത്തത് എന്താ? എത്ര തടയാൻ ശ്രമിച്ചാലും അച്ഛൻ പോവും. ഇനി അവിടെ എന്ത് സംഭവിക്കോ എന്തോ. വാ. എന്താ എന്താ താനെന്താ ഇവിടെ?
നിങ്ങൾ എന്താ ഇവിടെ? പോയി നോക്കടി. നിങ്ങൾ എന്റെ അമ്മ എന്തെങ്കിലും ചെയ്തോ? അതല്ലേ പറഞ്ഞത്, പോയി നോക്കാൻ. ജീവിച്ചു. ഇനി ദീപമൊക്കൊപ്പം സ്വസ്ഥമായിട്ട് ജീവിച്ചു. ഏട്ടനും അനിയനും ഒക്കെ ഭയം കൂടാതെ കാണുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയൊക്കെ ചെയ്തു. ആരുവിനി അതിന് നിങ്ങളെ തടസ്സപ്പെടുത്തില്ല. അപ്പോ കേട്ടത് സത്യാണല്ലേ? ചാരി വിളിച്ച് പറഞ്ഞതൊക്കെ സത്യാണല്ലേ? അതെ, കൊന്നിട്ട് നിൽക്കുക ഞാനിവിടെ. മരിക്കേണ്ടവളും മരിച്ചു. അതിന്റെ പേരിൽ നിനക്കെന്നെ കൊല്ലണമെങ്കിൽ കൊല്ല. അച്ഛൻ എന്ത് പണിയാ അച്ഛായി കാണിച്ചത്? ആരോടോ ഗംഗാധരൻ? ഞാനാ സാറേ. പിടിച്ചു കയറ്റ്. അച്ഛ അച്ഛ തൃപ്തിയായല്ലോ? അച്ഛനെ കൊണ്ട് ചെയ്യിക്കേണ്ടതൊക്കെ ചെയ്യിച്ചില്ലേ? ഞാനോ? എല്ലാരും കൂടി ചെയ്യിച്ചതാ, നിങ്ങൾക്കൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടി. എന്തിനിവിടെ നിൽക്കുന്നത്? പോയി കാണ്, അവിടെ ചോരയിൽ മുങ്ങി കിടക്കുന്നുണ്ട്. ഈ സൂപ്പ് കുടിക്കും മോളെ. രചന ഏത് നേരം എനിക്ക് ഇതന്നെ ഉണ്ടാക്കി തരുന്നേ. അവൾ എന്നെ അമ്മ നോക്കുന്ന പോലെ നോക്കുന്ന. രചന ചെറിയച്ഛന്റെ മോളുടെ കല്യാണത്തിന് പോയോണ്ട് ഇനിയിപ്പോ അമ്മയ്ക്ക് മോളെ നോക്കാലോ. സത്യം പറഞ്ഞ എന്നെ വിട്ടിട്ട് പോവാൻ അവൾക്ക് മനസ്സില്ലായിരുന്നു. ഇനിയിപ്പോ ദിലീയുടെയും നയനയുടെയും ഒന്നും ശല്യമില്ലല്ലോ. പിന്നെ നിങ്ങൾക്കെന്ത് ഇവിടെ വന്ന് താമസിച്ച? അത് വേണ്ടമ്മേ, എന്തായാലും എന്റെ കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോ ഞങ്ങൾ ഒന്നിച്ചെന്നെ താമസിക്കാം. ഉള്ളിൽ തീയുമായിട്ട് മോളെ ഞാൻ കഴിയുന്നത്. ഏത് നിമിഷവും എന്ത് സംഭവിക്കാവുന്ന അവസ്ഥയാ.
ഇനിയിപ്പോ അവര് ബന്ധം പിരിയണമെന്ന് എപ്പോഴാ വന്ന് പറയുന്നേന്ന് അറിയില്ല. എനിക്കിപ്പോ പാസ്പോർട്ടൊക്കെ എടുത്തല്ലോ അമ്മ. ഇനിയിപ്പോ വിസ ശരിയാക്കിയിട്ട് പോകാനൊരു പ്ലാൻ ഉണ്ട് ലാലേട്ടന്. ഇപ്പൊ എല്ലാ ഉപദേശങ്ങളും ചാരുവിനും അവളുടെ അമ്മയ്ക്കും കൊടുക്കുന്നത് കാർത്തിയ. അവന് നന്നായിട്ട് അറിയാം ഞാൻ ലാലേട്ടനോട് അകന്ന് നിൽക്കുന്നത് നാടകമാന്ന്. അതുകൊണ്ട് 10ാം ഉദയത്തിന് മുൻപ് പുറത്തേക്ക് പോകാന്നാ പറയുന്നത്. അത് ജയലാൽ സമ്മതിച്ചോ? അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. പിന്നെ ഹരിയേട്ടൻ ഉൾപ്പെടെ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് തർപ്പിച്ച് പറയാ. ഞാനൊരിക്കലും അതിനെ അനുകൂലിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പോയി കഴിഞ്ഞാ ലാലേട്ടന്റെ അമ്മ എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല. മോളെ, അമ്മ എന്നും സത്യത്തിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. ജയലാലിന്റെ അമ്മയുടെ ഭാഗത്ത് 1% പോലും ശരിയില്ല. അങ്ങനെയുള്ളപ്പോ നിങ്ങൾ അവരെ ഓർത്ത് എങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ദേഷ്യം വന്ന മകളെയും മരുമകളെയൊക്കെ കൊല്ലാൻ പോലും മടിയില്ലാത്തൊരമ്മയ്ക്കൊപ്പം എങ്ങനെയാ മക്കള് ജീവിക്കുന്നത്? ജയലാലിന്റെ ചേട്ടൻ അമ്മയോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ലോ ഭാര്യയ്ക്കൊപ്പം പോയി താമസിക്കുന്നത്. അതുകൊണ്ട് ജയലാല് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ച മോളും കൂടെ പോണം. അമ്മയാവാൻ പോകുന്ന ആൾ എത്തിയായിരുന്നോ? ഏതായാലും വന്നത് നന്നായി. ഇപ്പൊ ചേച്ചിയുടെ മുമ്പ് നിൽക്കുന്നതേ വെറും തീയല്ല, അഡ്വക്കേറ്റ് തീയ. മനസ്സിലായി. കോഴ്സൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനി കോടതി പോയി തലയെടുപ്പോടെ നിക്കാലോ അച്ഛന്റെ മുന്നില്. അച്ഛൻ അതിനിപ്പോ കോടതിയിൽ അങ്ങനൊന്നും വരുന്നില്ലല്ലോ. അച്ഛനായിട്ട് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കി നന്മയ്ക്കൊപ്പം നിക്കണം മോള്. ആ പിന്നെ ഇനിയിപ്പോ കേസിന്റെ കാര്യത്തിൽ പഞ്ഞൊന്നും കാണില്ല. എന്നുവെച്ചാ അതുപോലൊരാളുമായിട്ടാണല്ലോ കൂട്ട്. ഏയ്, ജഗനിപ്പോ അനാവശ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. കോടതിയും കേസും വഴക്കും ഒന്നുമില്ല, അല്ലേ മോളെ? ഇനി കേസും വഴക്കും ഒക്കെ ഉണ്ടാക്കുന്നെങ്കിൽ അത് നമുക്ക് വേണ്ടിയായിരിക്കും. കാർത്തിയുടെയും ചാരുവിന്റെയും കല്യാണ ദിവസം ലാലേട്ടന്റെയും കല്യാണം നടത്താനിരിക്കുക. അത് ഒഴിവാക്കാൻ ചിലപ്പോ കാർത്തിയുടെ കൈയും കാലും തല്ലി ഒടിച്ചിടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോ അവനെ കൊന്നെന്നും വരും. ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. ജയൻ മോളെയും കൊണ്ട് ദുബായിക്ക് പോവല്ലേ? അത് ഉറപ്പിച്ചോ? ആ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതാണ് രാഗിണി എന്ന അഹങ്കാരിയായ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ. അതിനുശേഷം അവർക്ക് എന്ത് സംഭവിക്കുന്ന മോളുടെ പേടി. എന്ത് സംഭവിക്കാനാ? ചിലപ്പോ അവര് മണ്ണെണ്ണ തലവഴി ഒഴിച്ച് സ്വയം കത്തിക്കുമായിരിക്കും. കത്തിച്ചോട്ടെ. ഇതുപോലുള്ള അമ്മമാരൊക്കെ മക്കളെ കൊന്നു ജീവിക്കുന്നതിലും നല്ലത് അവരങ്ങ് പോകുന്നതാ. എനിക്ക് സൂപ്പുണ്ടോ? ഇരിപ്പുണ്ട്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ദേ ലാലേട്ടൻ. ആ ഇങ്ങി തന്നെ. ആ ലാലേട്ട, താൻ അമ്മയുടെ അടുത്താണോ? ആ അതെ. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരന്തം ഇവിടെ നടന്നു. എന്തു പറ്റി ലാലേട്ട? അമ്മ മരിച്ചു. അമ്മയെ കൊന്നു. അയ്യോ, ആര്? അച്ഛൻ തന്നെ. എന്താ മോളെ? എന്താ ചേച്ചി? ലാലേട്ടന്റെ അമ്മ, ലാലേട്ടന്റെ അച്ഛൻ കൊന്നെന്ന്. ദിലീപിന് എന്ത് പറ്റി? ഡോക്ടർ രോഗികളുടെ ജീവൻ രക്ഷിക്കുകയല്ല, ജീവൻ എടുക്കാന്നൊക്കെയാ പോലീസ് പറയുന്നേ. ഏതെങ്കിലും രോഗികൾ മരിച്ചോ? രോഗികൾക്ക് മരുന്ന് മാറി കൊടുത്തെന്നും പറഞ്ഞ് നേരത്തെ ഒരു വാർത്തയൊക്കെ വന്നതാണല്ലോ. അതിലൊരാൾ മരിച്ചു. അതിപ്പോ ദിലീപ് പറഞ്ഞത് ശരിയാ. രോഗികളുടെ ജീവൻ എടുക്കാനല്ലല്ലോ ഡോക്ടർമാരിയ്ക്കുന്നത്, ജീവൻ രക്ഷിക്കാനല്ലേ.
നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? നല്ല സമയം വരുമ്പോൾ നല്ലവരെയൊക്കെ മറക്കുക, എന്നിട്ട് സ്വന്തം ജീവൻ നശിപ്പിക്കാനായിട്ട് വരുന്നവരെ സ്നേഹിക്കുക. ഇതൊക്കെയല്ലേ ഇവിടെ നടക്കുന്നത്? അപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ. അളിയന്റെ അച്ഛനെന്താ ഇവിടെ? ഞാനും ഒരാളെ കൊന്നു. വേറെ ആരെയുമല്ല, എന്റെ ഭാര്യയെ തന്നെ. അപ്പൊ ദിലീപ് ഇതൊന്നും അറിഞ്ഞില്ലല്ലേ? അവളൊരു കൊലയാളിയുടെ മനസ്സുമായി നടക്കുകയായിരുന്നു, എല്ലാവരെയും നശിപ്പിക്കുമെന്നും പറഞ്ഞ്. എന്നാ പിന്നെ ബാക്കിയുള്ളൊരു മനസമാധാനത്തോടെ ജീവിക്കട്ടെന്ന് ഞാനും അങ്ങ് കരുതി. അതുകൊണ്ട് അവളെ ഞാനങ്ങ് തീർത്തു കളഞ്ഞു. എന്നാ പിന്നെ ഇനി നമുക്ക് രണ്ടാൾക്കും ഒന്നിച്ചിവിടെ കഴിയാം. എനിക്കൊരു കൂട്ടുമാവുമല്ലോ. അച്ഛൻ വന്നെന്നെ ജാമ്യത്തിൽ ഇറക്കുമായിരിക്കും. പക്ഷെ അച്ഛനെ കോണ്ടാക്ട് ചെയ്തവരെ കഴിഞ്ഞില്ല. ആ അച്ഛനാണ് മോന്റെ എല്ലാ നാശത്തിനും കാരണം. അത് ഇതുവരെയായിട്ട് മോൻ തിരിച്ചറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും അത് അറിയാത്ത രൂപത്തിൽ ജീവിക്കുന്നു. പിന്നെ ഒരുത്തിയെ കെട്ടിക്കൊണ്ടുവന്നു. എന്റെ പെമ്മക്കളെ പോലെ സ്വഭാവ ദൂഷ്യമുള്ള ഒരുത്തിയെ. അല്ല, അവരിപ്പോ എവിടെ പോയി? ഞങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്താ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത്. അപ്പൊ പിന്നെ കോടീശ്വരനായ അമ്മായിയപ്പം വരുമായിരിക്കുമല്ലോ രക്ഷപ്പെടുത്താൻ. ആ, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഞാൻ രാവിലെ അമ്മാവനെ കണ്ടപ്പോ ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടോളാൻ പറഞ്ഞതാ. എന്ന് വെച്ചാ അതുപോലായിരുന്നു അമ്മായി എന്നോട് ഓരോ സംസാരിച്ചത്. നീ എന്തിനാ അതൊക്കെ പോയി അച്ഛനോട് പറഞ്ഞത്? അച്ഛനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ തന്നെ. സത്യമായിട്ട് ഞാനൊന്നും വിചാരിച്ച് പറഞ്ഞല്ല അളിയാ. ഇനി അമ്മായി പോയിട്ട് അവരെയൊക്കെ കൊല്ലുമെന്നായിരുന്നു എന്റെ പേടി. പ്രത്യേകിച്ച് രണ്ടാം ഭാര്യയും മോളെ. എന്ന് വെച്ചാ അളിയന് വേണ്ടി രണ്ടാം ഭാര്യയുടെ മോളെ ഒന്ന് ആലോചിച്ചതാണല്ലോ. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അമ്മായി എന്തെങ്കിലും ചെയ്യുമെന്നായിരുന്നു എന്റെ പേടി. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ ഇവിടുന്ന് പോയിരുന്നെങ്കിലും ഇതൊക്കെ തന്നെ സംഭവിക്കായിരുന്നുള്ളൂ. അവിടെ ചെന്ന് ഹരിത അമ്മയും കൊല്ലാൻ ശ്രമിക്കും. ആ സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ എന്തെങ്കിലും അമ്മയും ചെയ്യും. എന്ന് വെച്ചാ അവിടെ നടക്കേണ്ടതായിരുന്നു ഇവിടെ നടന്നത്. നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഏട്ടത്തിനമ്മ എപ്പോഴും പറയത്തില്ലായിരുന്നോ അമ്മയൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണമെന്ന്? ബോധം കെടുത്തിട്ടാണെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായിരുന്നു. ജയ, അതൊന്നും പ്രാക്ടിക്കലല്ല. ബോധം വരുമ്പോ ചിലപ്പോ ചികിത്സിക്കുന്ന ഡോക്ടറെ കൊല്ലും അമ്മ. അവിടെ കൊണ്ടുപോയ നമ്മളെയും. ജഗനൊന്നും അറിഞ്ഞില്ലേ സുനിലെ? അറിഞ്ഞു. പിന്നെ അണ്ണ ഇതൊന്നും കാണാൻ വയ്യാത്തോണ്ടാ ഇങ്ങോട്ട് വരായിരുന്നത്. അതുപോലെ അണ്ണന് നല്ല സുഖമില്ല, നല്ല പനിയുണ്ടായിരുന്നു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിരിക്കോ? എന്നാലും അണ്ണന്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ആരും കരുതിയില്ല. സത്യം പറഞ്ഞാൽ ഈ വാർത്ത അറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ജഗണ്ണനാണ്. പക്ഷേ ഞങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു ഇത് സംഭവിക്കുന്നു. അച്ഛൻ കുറെ നാളായിട്ട് പറയുന്നുണ്ട് മക്കളും മരുമക്കളൊക്കെ സമാധാനമായിട്ട് ജീവിക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ എന്ന്. സുനിൽ പറഞ്ഞതുപോലെ അപ്പോ ഞങ്ങളത് അത്ര വലിയ കാര്യമാക്കിയില്ല. അവസാനം എല്ലാ അർത്ഥത്തിലും അച്ഛൻ്റെ ക്ഷമ നശിച്ചപ്പോഴാണ് ഇത് ചെയ്തത്. മരിച്ചത് അമ്മയാ. അതുകൊണ്ട് അച്ഛനെ ന്യായീകരിക്കാനും പറ്റുന്നില്ല. ഞങ്ങൾക്കിപ്പോ അച്ഛനും അമ്മയും ഇല്ലാതായി. ഇനിയിപ്പോ എന്തായാലും അച്ഛനെ രക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇവിടെ ഒരുത്തിയാണെങ്കിൽ അഡ്വക്കേറ്റ് വിജയകുമാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ദീപേച്ചി വന്നില്ല അണ്ണ? വന്നില്ല. ഇനിയിപ്പോ ഇങ്ങോട്ട് വന്ന ചാരുകളെ കടിച്ചു കയറിയെന്ന് വരും. പിന്നെ വന്നാലും അമ്മയെ കാണാൻ പറ്റില്ലല്ലോ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി കൊണ്ടുവരട്ടെ. ഹേമ ഹോസ്പിറ്റലിൽ നിൽക്കാം, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അണ്ണന്റെ അച്ഛനെ പോലീസുകാർ കൊണ്ടുപോയോ? കൊണ്ടുപോയി. ഞങ്ങൾ ആരെങ്കിലും ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആ കുറ്റം ഏറ്റെടുത്തേനെ.
അതിനൊന്നും അച്ഛൻ സമ്മതിക്കത്തില്ല. രണ്ടും കൽപ്പിച്ച അച്ഛൻ മുന്നോട്ട് പോയത്. ഞങ്ങളുടെ സുഖവും സന്തോഷവും മാത്രമായിരുന്നു അച്ഛൻ്റെ മനസ്സിൽ. പ്രത്യേകിച്ച് അച്ഛന് വേറൊരു ബന്ധമുണ്ടെന്നറിഞ്ഞ ശേഷം ഞങ്ങൾ അച്ഛനെ ചേർത്ത് നിർത്തിയോടെ ഞങ്ങളോടുള്ള സ്നേഹം അച്ഛന് കൂടി.